ഈ ലോകം തോറ്റവർ കൂടി പടുത്തുയർത്തിയതാണ്. നമ്മൾ കാണുന്ന, കേൾക്കുന്ന, തൊടുന്ന, അനുഭവിക്കുന്ന ഓരോ വസ്തുവും നൂറുകണക്കിന് ആളുകളുടെ ഉറക്കമില്ലാത്ത രാത്രികളിലെ പരിശ്രമ ഫലമാണ്. ആ പരിശ്രമത്തിനിടയ്ക്ക് അവർ തോറ്റുപോയെന്ന് കരുതി ആ ശ്രമങ്ങൾ ഉപേക്ഷിച്ചിരുന്നുവെങ്കിൽ ഈ ലോകം നമ്മളെ കാണുന്നത് പോലെ വളരില്ലായിരുന്നു. പരിശ്രമിക്കുന്നവരുടെ ചുറ്റും കൈയടിക്കുന്നവർ ആകുമെന്നൊരിക്കലും കരുതരുത്. അപമാനിക്കുവാനും അപഹസിക്കുവാനും ഒറ്റപ്പെടുത്തുവാനും ആളുകൾ നമ്മുടെ ചുറ്റും തക്കം പാർത്തു നിൽക്കുന്നുണ്ട്. അങ്ങനെ തോറ്റുപോകുന്ന അവസ്ഥയിൽ പോലും നമ്മുടെ മനസ്സിൽ വരേണ്ട കൊടുങ്കാറ്റിനേക്കാൾ ശക്തിയേറിയ വാക്കുകളുണ്ട്. ഐ ക്യാൻ, ഐ വിൽ, ഐ മസ്റ്റ്. എനിക്ക് സാധിക്കും, ഞാനത് ചെയ്യും, എനിക്കത് ചെയ്തേ പറ്റൂ എന്നൊരു മന്ത്രം. നമുക്ക് നമ്മുടെ പൊട്ടൻഷ്യലെ പറ്റി വ്യക്തമായ ധാരണയുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ സ്വപ്നം കാണുന്നത്. എന്നാൽ അതൊരു ദിവാസ്വപ്നമല്ലാതെ യാഥാർത്ഥ്യമാക്കുവാൻ നമ്മൾ എഴുന്നേറ്റേ മതിയാവൂ. അപമാനങ്ങളെയും ഒറ്റപ്പെടുത്തലുകളെയും നമ്മുടെ എക്സ്ക്യൂസുകളായി മാറ്റരുത്. എക്സ്ക്യൂസുകൾ അത് പറയുന്നവർക്ക് മാത്രമേ സുന്ദരമായി തോന്നുകയുള്ളൂ. നല്ലൊരു കാർ കാണുമ്പോൾ, നല്ലൊരു വീട് കാണുമ്പോൾ, നല്ലൊരു ബൈക്ക് കാണുമ്പോൾ ആഹാ സുന്ദരം എന്ന് പറയുന്നതിനപ്പുറം അതെന്തേ നമുക്ക് ലഭിക്കാനത് എന്ന് സ്വയം ആലോചിക്കുന്നതിനപ്പുറം അതിനു വേണ്ടി എന്ത് ചെയ്തു എന്ന് നിങ്ങൾ ആലോചിക്കാറുണ്ടോ? പഠിത്തം കഴിഞ്ഞ് ജോലിയില്ല എന്ന് പറയുമ്പോഴും ഈ കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾ എത്ര കമ്പനികളിൽ കയറിയിറങ്ങിയെന്ന് പറയുവാൻ സാധിക്കുമോ? അവസരങ്ങൾ തേടുന്നവർക്കുള്ളതാണ്. അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്കുള്ളതാണ്. മുട്ടുവിൻ തുറക്കപ്പെടും എന്ന് കേട്ടിട്ടില്ലേ? എത്ര പേർ മുട്ടുവാൻ തയ്യാറാകുന്നുണ്ട്? ഒന്നോ രണ്ടോ തവണയല്ല, 100 തവണ മുട്ടേണ്ടി വരും. പല വാതിലുകളിൽ പല ദിനങ്ങളിൽ തുറക്കും വരെ. കാരണം നമ്മുടെ മന്ത്രം സിമ്പിളാണ്. ഐ ക്യാൻ, ഐ വിൽ, ഐ മസ്റ്റ്. നിങ്ങൾ ഇന്ന് എത്ര നേരത്തെ ഉണർന്നോ? ശരിയായൊരു സൂര്യോദയം കണ്ടിട്ട് എത്ര നാളുകളായി? ഇനി ഉണർന്നു കഴിഞ്ഞാൽ തമാശകളുടെ റീലുകളല്ലാതെ ദിശാബോധത്തോടുകൂടി ഈ സമയം നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ എനിക്കെപ്പോഴും തോൽവിയാണെന്ന് പറഞ്ഞ് വിലപിക്കുവാൻ നിങ്ങൾക്ക് അവകാശമില്ല. ഓരോ ദിനവും വിലപ്പെട്ടതാണ്, ഓരോ സെക്കൻഡ് വിലപ്പെട്ടതാണ്. അതെവിടെയാണ് നിങ്ങൾ ചെലവഴിക്കുന്നത് എന്നതിനനുസരിച്ച് അതിൻ്റെ വില കൂടുകയോ കുറയുകയോ ചെയ്യും. എപ്പോഴും നമ്മുടെ മനസ്സിൽ അതിനു വേണ്ടിയൊരു മന്ത്രം മുറക്കി ഇടയ്ക്ക് പറയുക. ഐ ക്യാൻ, ഐ വിൽ, ഐ മസ്റ്റ്. കാലമിനിയും കടന്നു പോകും. അവസാനം ഒരു ചാരു കസേരയിലിരിക്കുന്ന സമയത്ത് നമ്മളോട് സ്വയം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇതിലും ഭംഗിയായി പലതും ചെയ്യാമായിരുന്നില്ലേ? അവസരങ്ങളെ ഇതിലും ഭംഗിയായി ഉപയോഗപ്പെടുത്താമായിരുന്നില്ലേ? അന്നങ്ങനെ ചോദിക്കാതിരിക്കുവാൻ നാം ഇന്ന് അതിനു വേണ്ടി ഇറങ്ങി തിരിച്ചേ മതിയാകൂ. പണം പ്രശ്നങ്ങൾ തീർക്കില്ല എന്ന് പറയുന്നത് മടിയന്മാരാണ്. ഒരുപക്ഷെ പണം കൊണ്ട് സംതൃപ്തി നേടാൻ കഴിയുന്നു വരില്ല. പക്ഷെ അത് നിങ്ങളുടെയും നിങ്ങളുടെ ചുറ്റുമുള്ള പലരുടെയും പല പ്രശ്നങ്ങളുടെയും പരിഹാരമാണ്. പഠനത്തിന്, യാത്രയ്ക്ക്, ഭക്ഷണത്തിന്, എന്തിന് പട്ടിണി കിടക്കാൻ പോലും പണം വേണ്ട ഈ സമൂഹത്തിൽ പണം അന്വേഷിക്കരുത് എന്ന് പറയുന്നത് മണ്ടത്തരം തന്നെയാണ്. എന്നാൽ പണം മാത്രമല്ല, നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്തുമായിക്കോട്ടെ അത് നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ശ്രമിച്ചു കൊണ്ടിരിക്കണമെന്ന് മാത്രം. അതിന് ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ തളരും, ചിലപ്പോൾ മടുക്കും. അപ്പോൾ മനസ്സിൽ വീണ്ടും വീണ്ടും പറയുക ഐ ക്യാൻ, ഐ വിൽ, ഐ മസ്റ്റ്.